നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്ന സിമ്പിൾ എക്സസൈസുകൾ അടങ്ങിയിട്ടുള്ള ഒരു 1 അവർ വർക്കൗട്ട് സെറ്റ്, അതാണ് ഇന്നത്തെ വീഡിയോ. ഈസി ആയിട്ട് ബിഗിനേഴ്സിന് വരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കൗട്ട് സെറ്റാണ്. വാമപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വാമപ്പ് തന്നെ സ്ട്രെച്ചിങ് ആയിട്ട് കൂടി ചെയ്യുക. വീഡിയോ അവസാനിച്ചതിന് ശേഷം വാമപ്പും സ്ട്രെച്ചിങ്ങും ചെയ്യാതെ വർക്കൗട്ട് ചെയ്യരുത് കേട്ടോ. ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് വർക്കൗട്ടും കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 500 ഗ്രാംസിൻ്റെ റിഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല, ജിമ്മിന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ്. കറക്റ്റായിട്ട് മോട്ടിവേഷനും പ്രോപ്പറായിട്ട് ഡയറ്റും തന്നുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് റിഡക്ഷന് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. മാക്സിമം അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ വാമപ്പ് ചെയ്തല്ലോ, നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ്. ആദ്യത്തെ സിമ്പിൾ വർക്കൗട്ട്, ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കൗട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ ഇങ്ങനെ നേരെ നിവർത്തി പിടിച്ചതിന് ശേഷം ജസ്റ്റ് മേലോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ഒരു സൈഡിലെ കൈ മാത്രം ഇങ്ങനെ സർക്കിൾ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. റിലാക്സ്. ഈ സൈഡും അതുപോലെ തന്നെ സ്ലോലി ചെയ്താൽ മതി, ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട. ചിലപ്പോൾ കൈ എവിടെയെങ്കിലും ഉളുക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. റിലാക്സ്. അടുത്തത് കൈകൾ ഇങ്ങനെ തലയുടെ ബാക്ക് സൈഡിലോട്ട് വെച്ചിട്ട് ബോഡി ജസ്റ്റ് ഇങ്ങനെ 2 സൈഡിലോട്ട് ഇങ്ങനെ ടേൺ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 2 കൈകളും മടക്കി തലയുടെ ബാക്കിലോട്ട് വെച്ചേക്കുക. നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെ ബാക്കിലോട്ട് വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 11 12
13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്ഡ് ആയല്ലോ എങ്കിൽ കൈകൾ ഇങ്ങനെ ബാക്കിലോട്ട് കെട്ടി വെച്ചേക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇതൊക്കെ സിമ്പിൾ എക്സസൈസസാണ്. ഇതൊക്കെ എന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബോഡിക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും എക്സസൈസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ബാക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33 പോളി എക്സസൈസ് ആണ്. 34, 35, 36, come on, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. അപ്പർ ബോഡി എവിടെയും ഫാറ്റ് അക്യുമുലേറ്റഡ് അല്ലാതെ നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും എക്സസൈസസ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം. അതേപോലെ നല്ല ഫുഡ് കൺട്രോളും വേണം. അപ്പോൾ അടുത്ത എക്സസൈസ്, തലയുടെ ബാക്കിൽ ഇങ്ങനെ കൈവച്ച് ജസ്റ്റ് ബട്ടർഫ്ലൈ വിങ്സ് എങ്ങനെയാണ് അതേപോലെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസ്, കയ്യിൽ ഇങ്ങനെ ടൈറ്റായിട്ട് എന്തോ പിടിച്ചതുപോലെ, ഡംബിൾസ് പിടിച്ചതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് മുകളിലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17,
18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അപ്പോൾ ബോഡി എക്സസൈസാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര സിമ്പിളൊന്നുമല്ല ഈ ഒരു എക്സസൈസ് സെറ്റും. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നത് ഒന്ന് നിർത്തി ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങൾക്ക് വേദന എടുക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തേക്കുക, എന്നിട്ട് നിലത്ത് കൈ വയ്ക്കുക. ഒരു കൈ ബാക്കിൽ, ഒരു കൈ നിലത്ത്. അതേപോലെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് സെറ്റാണ് കേട്ടോ. നിലത്ത് കൈ വയ്ക്കുന്നു. 1, ഇതേപോലെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്തത് 2 സൈഡിലോട്ട് ഇങ്ങനെ കൈകൾ ക്രോസ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് ആ സൈഡിലോട്ട് കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കാം. സോ സിമ്പിളാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. എന്ത് സിമ്പിൾ എക്സസൈസ് സെറ്റാണെന്നറിയോ? രാവിലെ കുറച്ച് സമയം വർക്കൗട്ടിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതിൻ്റെ ബെനിഫിറ്റ്സ് വേറെ ലെവലാണ്. സോ കറക്റ്റായിട്ട് കുറച്ച് സമയം വർക്കൗട്ടിന് വേണ്ടി മാറ്റി വയ്ക്കുക. ബോഡിയിലുണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ എൻജോയ് ചെയ്യുക. കിട്ടിലൻ വർക്കൗട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. സോ സിമ്പിളാണ്, അത്ര എഫക്റ്റീവുമാണ്. ഓക്കെ, ഇത്തരം എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ആം ഫാറ്റ് റിഡക്ഷൻ, ബ്രസ്റ്റ് സാഗിങ്, ഷോൾഡർ ഫാറ്റ്, പുറത്തെ വണ്ണം, സൈഡിലെ ഫാറ്റ്, ഇതൊക്കെ കുറയുന്നതിനാണ് സഹായിക്കുന്നത്. അപ്പോൾ അടുത്ത എക്സസൈസ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ കുനിഞ്ഞ് നിന്നുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. റിലാക്സ്. അടുത്ത എക്സസൈസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സസൈസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19,
20. 1, 2, 3, 4, 5. ആ സൈഡും അതുപോലെ തന്നെ സ്ലോലി ചെയ്താൽ മതി, വീഴരുത്. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. ഓക്കെ, അടുത്ത എക്സസൈസ് അതിലും സിമ്പിളാണ്. നമ്മൾ ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് ബോഡിയെ ശീലിപ്പിച്ചിട്ടാണ് ഈ ഒരു ബെൻഡ് ചെയ്തിട്ട് കൊണ്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഇതുപോലെ 1, 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോലി ചെയ്താൽ മതി. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അടുത്ത എക്സസൈസ് സിമ്പിൾ ആണ്, വെരി സിമ്പിളാണ്. ഓക്കെ, കൈകളിങ്ങനെ മേലോട്ട് ലോക്ക് ചെയ്തതിന് ശേഷം മേലോട്ട് പിടിക്കുക. എന്നിട്ട് 2 സൈഡിലോട്ടും ചെറുതായിട്ട് ബെൻഡ് ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബെൻഡ് ചെയ്താൽ മതി. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. റിലാക്സ്. ബ്രെത്ത് നോർമലായെങ്കിൽ മാത്രം റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, സ്ലോലി ചെയ്യാം. 1, 2, 3, 4. സൈഡിലെ ഫാറ്റ് കുറയുന്നതിന് നല്ലപോലെ സഹായിക്കും. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ്. അടുത്ത എക്സസൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കൈകളിങ്ങനെ നീട്ടി പിടിച്ചേക്കുക. എന്നിട്ട് ഒരു സൈഡിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുക. അടുത്ത സൈഡിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ഈ കൈ പൊക്കി പിടിക്കുക. അങ്ങനെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14,
15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത എക്സസൈസ് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തവർ നിർത്തി ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ദെൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ബാക്കിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്യുന്നതാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നതാണ് ബോഡിയെ. ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. സോ ബാക്കിലെ ചുമരിൻ്റെ മീതെ ടച്ച് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി. ഞാൻ ടച്ച് ചെയ്യാതെ ജസ്റ്റ് ആക്ഷൻ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. സ്ലോലി ചെയ്യുക, വീഴരുത്. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന അടുത്ത എക്സസൈസ് നല്ലപോലെ തൈക്ക് പ്രഷർ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. രണ്ട് കൈയും നിലത്തിതുപോലെ മുട്ടണം. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. സ്ലോലി ചെയ്താൽ മതി. വേദന എടുക്കുന്നവർക്ക് 25 സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. റീസ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17,
18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. ഇനി ലോവർ ബോഡിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എക്സസൈസ് ചെയ്യാം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെറിയ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ എടുക്കുക. വെള്ളം കുടിക്കുക, ഒന്ന് ബ്രത്ത് നോർമൽ ആവുന്നത് വരെ ഒന്ന് റിലാക്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് 15 മിനിറ്റ് കൂടുമ്പോൾ ചെയ്യണമെങ്കിലോ 10 മിനിറ്റ് കൂടുമ്പോൾ ചെയ്യണമെങ്കിലോ 25 മിനിറ്റിൽ ചെയ്യണമെങ്കിലോ 30 മിനിറ്റിൽ ചെയ്യണമെങ്കിലോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. ഒത്തിരി പ്രഷർ തോന്നുന്ന എക്സസൈസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാനേ പറ്റില്ല എന്ന് തോന്നുന്നത് ചെയ്യണ്ട. അതല്ലാത്ത എല്ലാ വർക്കൗട്ടുകളും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത എക്സസൈസ് ഈസി ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2-3 എക്സസൈസുകൾ ചെയ്യാം. അതിനുശേഷം ഡിഫിക്കൽട്ടായിട്ടുള്ളതിലേക്ക് കിടക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. നല്ലപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ. നല്ലപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ എക്സെയിൽ ചെയ്ത് പോകണം. ഒത്തിരി ഫാറ്റ് ലോസിന് സഹായിക്കും. ഓക്കെ, അടുത്ത എക്സസൈസ് സിമ്പിളായിട്ട് മുൻപ് ചെയ്തിരുന്ന എക്സസൈസ്. ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നല്ല ബോഡി പോസ്റ്റേഴ്സാണ് കേട്ടോ. ഓക്കെ, അടുത്ത എക്സസൈസ് 1, 2, 3, 4, 5, 6. ഇതേപോലെ സ്ലോ ആക്ഷൻ തന്നെ വേണേ. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3,
4, 5, 6, 7, 8, 9 and 10. റിലാക്സ്. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അടുത്ത എക്സസൈസ് കാലിങ്ങനെ നീട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് മേലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അനദർ സൈഡും അതേപോലെ തന്നെ അതേ സ്പീഡിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. ഇനി നമ്മൾ ബെല്ലി ഫാറ്റ് കുറയാനുള്ള എക്സസൈസുകൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയണമെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ നല്ലപോലെ ചെയ്യണം കേട്ടോ. ഞാനിതൊക്കെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കാലുകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് 1, 2, 3, 4, 5. ഞാൻ സ്ലോലിയാണ് ചെയ്യുന്നത്. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ഇതിലും കുറച്ച് സിമ്പിളാണ്. ജസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ്. അതിനുവേണ്ടി കാലുകൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നീട്ടുക. 1, 2, 3, 4, 5. ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. 6, 7. സ്പീഡിൽ ചെയ്തിട്ട് ആരുടെ എവിടെ ഉൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6,
5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത എക്സസൈസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ് 1 രണ്ട് സൈഡിലോട്ടാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Now relax. അടുത്തത് ഈസി ക്രഞ്ചസ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ക്രഞ്ചസൊക്കെ നമുക്ക് എത്ര റിപ്പീറ്റേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഒരു 1000 റിപ്പീറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലെയും ഷേപ്പൊക്കെ സൂപ്പർബായിരിക്കും. പക്ഷേ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയാകുമ്പോൾ അതിൻ്റെ മീതെ ഒരു 10-25 ക്രഞ്ചസ് ചെയ്തിട്ട്, ഇപ്പോഴും വർക്കൗട്ട് സെറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ചോദിക്കുവാണ് അതിൽ ഒരു വർക്കൗട്ട് ചെയ്താൽ മതിയോന്ന്. ഇത്രയും 1 hour വർക്കൗട്ട് അല്ലെങ്കിൽ 30 minutes ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്താൽ മതിയാവില്ലേ എന്ന്. ബൈ ദ വേ അതിന് ഞാൻ മറുപടിയൊന്നും കൊടുക്കാറില്ല. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ ഫുഡിൽ നല്ല പോലെ സുക്രോസിൻ്റെ അളവ്, ഷുഗറിൻ്റെ അളവ് നല്ല പോലെ കൺട്രോൾ ചെയ്യാതെ, മിൽക്ക് പ്രോഡക്ട്സുകൾക്ക് അലർജി ഉള്ളവർ ലാക്ടോ പ്രോഡക്ട്സുകൾ ഒഴിവാക്കാതെ, പൾസസിൻ്റെ അലർജി ഉണ്ടെങ്കിൽ എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് അലർജി, ആ അലർജിയുള്ള ഭക്ഷണത്തെ ഒഴിവാക്കാതെ, ഫുഡ് നല്ലോണം കൺട്രോൾഡായിട്ട് എടുക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ബെല്ലി ഫാറ്റ് കുറഞ്ഞു കിട്ടില്ല. അപ്പോൾ അതിൽ ഒരു വർക്കൗട്ട് മാത്രം ചെയ്താൽ കുറയുമോ എന്ന് ചോദിക്കുന്നവരോടൊക്കെ എന്താ പറയുക, നല്ല മടിയുള്ളവർ ചിലപ്പോൾ നാട്ടുകാരുടെ ചോദ്യം കാരണം കൊണ്ടായിരിക്കും വെയിറ്റ് കുറയ്ക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോൾ ഈ നാട്ടുകാർ ചിലപ്പോൾ ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ചില നെഗറ്റീവ് കാര്യങ്ങളുടെ വളരെ പോസിറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. അതായത് നാട്ടുകാർ നിങ്ങൾ എന്തെങ്കിലും തടിച്ചിരിക്കുന്നത്, എന്തൊരു തടിയാണ്, ഏത് റേഷൻ കടയിൽ നിന്നാണ് അരി വാങ്ങുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുക കാരണം കൊണ്ടാണ് നമ്മളിൽ പലരും വെയിറ്റ് കുറച്ചേക്കാം എന്നെങ്കിലും തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്കൊരു ഹെൽത്തി ആയി മാറണമെങ്കിൽ 4 ആൾ ചോദിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യൂ. അപ്പോൾ ഈ ചോദിക്കുന്നത് നല്ലതല്ലേ? നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ആക്ച്വലി നമ്മൾ മാറേണ്ടത്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് മാറുന്നത്. ഒരു ഹെൽത്തി ബോഡി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര വെൽത്ത് ഉണ്ട് എന്നതിനേക്കാൾ ഏറ്റവും ബെനിഫിറ്റാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി. ഈ കയ്യിലിരിക്കുന്ന ഈ വെൽത്തിനെ നശിപ്പിക്കാൻ ഒരു അൺഹെൽത്തി ബോഡിക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? ഹെൽത്തി ആയിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഹെൽത്ത് വെച്ചുകൊണ്ട് എത്ര ധനം വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാനും സാധിക്കും. അതെപ്പോഴും മനസ്സിലാക്കുക. ചിലപ്പോൾ ചിലവർക്കൊന്നും ഈ മോട്ടിവേഷനൊന്നും അങ്ങോട്ട് കയറില്ല. ഇവരാരെയും മോട്ടിവേറ്റ് ചെയ്യാൻ, ഇവർക്ക് കാര്യം ചെയ്തിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന പോലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊന്ന് റിലാക്സ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും മോട്ടിവേഷൻ അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കൽ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രഞ്ചസ്. പക്ഷേ സ്പോണ്ടുലൈറ്റിസ് ഒക്കെ സിവിയർ ആയിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഇത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയുള്ളവർ അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഒരു വർക്കൗട്ടും ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇതിങ്ങനെ സ്പീഡിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ
ഒരു 100 റിപ്പീറ്റേഷൻ 200 റിപ്പീറ്റേഷനൊക്കെ നമുക്കിങ്ങനെ സ്പീഡിൽ ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്ത് മസിൽസ് ടൈറ്റനായിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 ഈസി അല്ല 12 13 14 come on 15 16 17 18 19 20 1 2 3 4 5 ദ എൻറ്റയർ സെറ്റിൽ ഏക ഡിഫിക്കൽട്ട് എക്സസൈസ് ഇത് മാത്രമായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്യാം, അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യാം. അടുത്ത 25 റിപ്പീറ്റേഷൻ. അപ്പോൾ റെഡിയാണല്ലോ? സ്ലോലി ചെയ്യാം കേട്ടോ. ബാക്കിന് നല്ല പ്രഷർ തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൈ വയ്ക്കുകയോ ഒരു ടവൽ ചുരുട്ടിയിടുകയോ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 റിലാക്സ്. അടുത്ത എക്സസൈസ് മേലോട്ട് എടുക്കുമ്പോൾ കാല് ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് തന്നെ വരണം. തിരിച്ച് നിലത്ത് അതുപോലെ തന്നെ വയ്ക്കുക. അത് അത്ര സിമ്പിളാണെന്ന് ഞാൻ പറയില്ല. കാലിന് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ, ഇതുപോലെ വെച്ചേക്കണം. 1 സ്ലോലി ചെയ്താൽ മതി. ഒത്തിരി സ്പീഡാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീഡിന് ചെയ്തോളൂ. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. അടുത്ത എക്സസൈസ് സൈഡ് ക്രഞ്ചാണ്. ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ട് കിടന്നേക്കുക. എന്നിട്ട് കാലും കൈയും കൂടി കൊടുക്കുന്ന ആക്ഷൻ. ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. അടുത്ത എക്സസൈസ് കാല് നീട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് മേളിലോട്ട്. അതും 25 റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18
19, 20. 1, 2, 3, 4, 5. റിലാക്സ്. ആദ്യം ഈ എക്സസൈസ് ചെയ്യാം, എന്നിട്ട് മറ്റത് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ലോലി ചെയ്യുക. കാല് വേദന എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, 25 റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. അടുത്ത എക്സസൈസ് അതോടുകൂടി തന്നെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. അടുത്ത എക്സസൈസ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള 2 എക്സസൈസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് അവസാനിക്കുവാണ് കേട്ടോ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സ്ലോലി റിലാക്സ് ചെയ്യാം. ഏകദേശം ഒരു 50 മിനിറ്റ്സ് എക്സസൈസാണ് നമ്മൾ ചെയ്തത് എങ്കിലും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുക കാരണം കൊണ്ടാണ് ഇത് 50 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയത്. 50 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആയത്. ഏകദേശം 1 അവർ എടുത്ത് ചെയ്യേണ്ട വർക്കൗട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം എടുത്ത് ഇൻ ബിറ്റ്വീൻ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്ത് വിശ്രമിച്ച് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഗ്യാപ്പ് എടുക്കാനല്ല, ബ്രെത്ത് നോർമൽ ആവുന്നത് വരെയാണ് ഗ്യാപ്പ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത വർക്കൗട്ടോട് കൂടിയിട്ട് ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് അവസാനിക്കും. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 50 മിനിറ്റ്സ് വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുമ്പോൾ ഒരു 1 അവർ വർക്കൗട്ട് വീഡിയോ ആയിക്കോളും. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് എൻ്റെ സ്പീഡിനാണ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ സ്പീഡിന് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടിയും
ടൈം എടുത്തുകൊണ്ടാണ് ചെയ്യുക. 1 മണിക്കൂർ ഒരു വർക്കൗട്ട് വീഡിയോ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ക്രിസ്പായിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി, നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, കുറേ നല്ല ഡയറ്റും നല്ല വർക്കൗട്ടും ചെയ്യുന്നതിന് വേണ്ടി, നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, നല്ലൊരു ഹാബിറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, നല്ല പോലെ വെയിറ്റ് കുറച്ച് നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫീസുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അതിന് റാറ്റ് ദ വ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. പലരും അവരവരുടെ ബോഡി സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് പൈസ ചിലവാക്കുമ്പോൾ അയ്യോ അതെന്തൊരു വലിയ എമൗണ്ടാ എന്ന് പറയും. എന്നാൽ ഹോസ്പിറ്റലിൽ വലിയ വലിയ ബില്ല് കിട്ടുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് പ്രശ്നമല്ലാത്തവർക്ക്, അതായത് അവനവൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പ്രശ്നമല്ലാത്തവരാണ് ജോയിൻ ചെയ്യേണ്ടത്. അതല്ലാത്തവർ വീഡിയോ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. യൂട്യൂബിൽ ഇഷ്ടം പോലെ കണ്ടൻറ്റുകളുണ്ട്, അത് ഫോളോ ചെയ്ത് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ താങ്ക് യു. സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കറക്ഷൻസ് തരുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ. ലവ് യു. കെട്ടിപ്പിടിച്ചുമ്മ. ബൈ.